ഞാൻ പലപ്പോഴും ഓൺട്രപ്രനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതിനിടയിൽ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ അപകടം പറ്റിയിട്ട് നമ്മുടെ ഓഫീസിലേക്ക് പോകാൻ കഴിയാതെ ഒരു 6 മാസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഇനി അതല്ല ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 8, 10, 20 വർഷമൊക്കെ കഠിനാധ്വാനം ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ബിസിനസ് സ്ഥാപനം എത്ര ദിവസം നീണ്ടു നിൽക്കും? എത്ര ദിവസം അത് സ്മൂത്തായിട്ട് റൺ ചെയ്യും? എത്ര വർഷം അത് വളരെ എഫക്റ്റീവായിട്ട് ലാഭകരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. അപ്പോൾ പലരും പറയുന്നൊരു ഉത്തരവുണ്ട്, എൻ്റെ സ്ഥാപനം ഒരുപക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് കിടപ്പിലായി കഴിഞ്ഞാൽ, എനിക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത ആഴ്ച അതിൻ്റെ ഷട്ടർ വീഴും. ചില ആളുകൾ പറയും ഇനി 2 ദിവസത്തിനുള്ളതിന് അതിൻ്റെ തീരുമാനമാകും. മറ്റുള്ളവർ പറയും ചിലപ്പോൾ ഒരു 3-4 മാസം ഓടിയേക്കും. ചില കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉള്ള, കുറച്ചും കൂടെ നല്ല ടീം മെമ്പേഴ്സുള്ള ആളുകൾ പറയും ചിലപ്പോൾ ഒരു 1-2 വർഷം കൂടി, അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് പോകും. നിങ്ങൾ ഓർത്ത് നോക്കൂ, നമ്മൾ മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഏറെ സമയം ബിസിനസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നവരാണ്. ഭാര്യയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിസിനസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നവരാണ്. നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ അച്ഛൻ അമ്മ, ഇവരുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തതിനേക്കാളും കൂടുതൽ ബിസിനസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്ത്, ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ച്, ബിസിനസ്സിന് വേണ്ടി യാത്ര ചെയ്ത്, ബിസിനസ്സിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത്, ബിസിനസ്സിന് വേണ്ടി പ്രയാസം അനുഭവിച്ച്, അങ്ങനെ വളർത്തി വലുതാക്കി 10-20 വർഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംരംഭം നമ്മളുടെ മരണത്തോടു കൂടിയോ, നമ്മൾക്ക് പറ്റുന്ന ഒരു അപകടത്തോടു കൂടിയോ, നമ്മളുടെ റിട്ടയർമെൻറ്റോട് കൂടിയിട്ടോ അത് ഒരാൾക്കും ഉപകാരപ്പെടാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്കോ ഫാമിലിക്കോ അത് ഒരു ലൈഫിൽ ഒരു സപ്പോർട്ടും കൊടുക്കാൻ കഴിയാത്ത രീതിയിലാവണമെന്ന് ഏതെങ്കിലും ബിസിനസ്സുകാരൻ ആഗ്രഹിക്കും? ഒരിക്കലുമില്ല. എല്ലാ ബിസിനസ്സുകാരനും ആഗ്രഹിക്കുന്നത് ഞാൻ തുടങ്ങി വെച്ച സ്ഥാപനം ഒരു 100 വർഷമെങ്കിലും എൻ്റെ മക്കൾക്കും എൻ്റെ പേരക്കുട്ടികൾക്കുമൊക്കെ ജീവിക്കാൻ കഴിയുന്ന, വലിയ വിജയത്തിലേക്ക് അവരെത്തിക്കാൻ കഴിയുന്ന ഒരു സംരംഭമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ എന്നാൽ മിക്കവാറും ആളുകൾ മരിക്കുന്നതോട് കൂടിയിട്ട് ആ സ്ഥാപനങ്ങൾക്ക് ഷട്ടർ വരും, കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാതെ വരും, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാതെ വരും, പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്ന ധാരാളം കഥകളും ഇൻസിഡൻറ്റുകളും എല്ലാം നമ്മൾ നിത്യേന എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഓൺട്രപ്രണർ ചിന്തിക്കേണ്ടത്, ഞാൻ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്ഥാപനത്തിന് എത്ര വർഷം സർവൈവ് ചെയ്യാൻ പറ്റും, എത്ര വർഷം ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും, എത്ര വർഷം വളരാൻ കഴിയും. നമ്മൾ ഒരു ബിസിനസ് ഉണ്ടാക്കുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല. ഒരു ബിസിനസ് എന്ന് പറയുന്നത് അതൊരു ലെഗസിയാണ്. നമുക്ക് ശേഷവും ഈ സൊസൈറ്റിയിൽ നന്മ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സംവിധാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ഥാപിച്ച് വളർത്തി വലുതാക്കിയ ബിസിനസ്സാണ്. എത്ര പേർക്കാണ് അതിലൂടെ തൊഴിൽ കൊടുക്കാൻ കഴിയുക? എത്ര പേർക്കാണ് അതിലൂടെ സഹായങ്ങൾ ചെയ്യാൻ കഴിയുക? ഗവൺമെൻറ്റിന് എത്ര രൂപയുടെ ടാക്സാണ് കൊടുക്കാൻ കഴിയുക? സോ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ശേഷം ഉണ്ടാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വാല്യൂ ക്രിയേഷൻ ഒന്നാണ് നമ്മൾ തുടങ്ങുന്ന, നമ്മൾ ഉണ്ടാക്കുന്ന ബിസിനസ്. ആ ബിസിനസ് നമുക്ക് ശേഷം നഷ്ടപ്പെടാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 2-3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, നമ്മുടെ ബിസിനസ്സിൽ ഒരു നല്ല ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള, ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ ക്യാപ്പബിളായ ലീഡർഷിപ്പ് കപ്പാസിറ്റിയുള്ള, കാഴ്ചപ്പാടുള്ള ടീമിനെ സെറ്റ് ചെയ്യും. ആ ടീമിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ പേർപ്പസ്, വിഷൻ, മിഷൻ തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിലൂടെ ഈ ടീമിനെ മുഴുവനും ഒരു കൾച്ചേർഡ് ടീമാക്കിയിട്ട് മാറ്റിയെടുക്കുക. നമ്മളുടെ ഓർഗനൈസേഷൻ വിഷൻ ചെയ്യുന്ന ആ കൾച്ചറിലേക്ക് ടീമിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് 2ാമത്തെ കാര്യം. 3ാമത്തത്, പ്രോസസ്സുകളും റെസ്പോൺസിബിലിറ്റിയും ഡിഫൈൻ ചെയ്യുക. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് അത് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുക. ആര് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത്, എവിടെയാണ് റിവ്യൂ ചെയ്യേണ്ടത്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് റിപ്പോർട്ടിങ്ങിന് വേണ്ടത്, കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ് ഡിഫൈനിങ് എന്ന് പറയുന്ന സിസ്റ്റമൈസേഷൻ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ട ഒന്നുണ്ട്, ടെക്നോളജിയുമായിട്ട് ഈ സിസ്റ്റത്തെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതാത് കാലഘട്ടത്തിൽ വരുന്ന മാറി വരുന്ന ടെക്നോളജിയെ ഈസി ആയിട്ട് ബിസിനസ്സിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ പ്രോപ്പറായിട്ട് റിവ്യൂ സിസ്റ്റവും റിവ്യൂ ടീമിനെയും ബിൽഡ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഒരു സിസ്റ്റമാറ്റിക് ബിസിനസ്സാക്കി മാറ്റാൻ പറ്റും. സിസ്റ്റമാറ്റിക് ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങളില്ലാതെ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു, നിങ്ങളില്ലാതെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു, നിങ്ങളില്ലാതെ സെയിൽ ചെയ്യപ്പെടുന്നു, നിങ്ങളില്ലാതെ ഹയറിങ് നടക്കുന്നു, നിങ്ങളില്ലാതെ ഫയറിങ് നടക്കുന്നു, നിങ്ങളില്ലാതെ തന്നെ പെർഫോമൻസ് മാനേജ് ചെയ്യപ്പെടുന്നു, നിങ്ങളില്ലാതെ തന്നെ ഫൈനാൻസ് കൺട്രോൾ ചെയ്യപ്പെടുന്നു, നിങ്ങളില്ലാതെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, നിങ്ങളില്ലാതെ തന്നെ പ്രൊക്യൂർമെൻറ്റ് നടക്കുന്നു, നിങ്ങളില്ലാതെ തന്നെ വോള്യൂം കൂടുന്നു, ടേൺ ഓവർ കൂടുന്നു. നമ്മളില്ലാതെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഫംഗ്ഷനും സ്മൂത്തായിട്ട് നടക്കും. ഈവൻ ഇന്നോവേഷനും അപ്ഡേഷനും അടക്കം നടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ
നമ്മൾക്ക് ശേഷവും നമ്മുടെ ബിസിനസ് സർവൈവ് ചെയ്യും, നമ്മളില്ലാതെയും നമ്മുടെ ബിസിനസ് സർവൈവ് ചെയ്യും. ദിസ് ഈസ് വാട്ട് ഈസ് സിസ്റ്റമൈസേഷൻ. നമ്മുടെ ബിസിനസ്, ഒരു ഓൺട്രപ്രണറുടെ മരണം ഒരു ബിസിനസ്സിൻ്റെ മരണമാവാൻ പാടില്ല. ഒരു ഓൺട്രപ്രണറുടെ റിട്ടയർമെൻറ്റ് ബിസിനസ്സിൻ്റെ റിട്ടയർമെൻറ്റ് ആവാൻ പാടില്ല. ഓൺട്രപ്രണർക്ക് പറ്റുന്ന അപകടം ബിസിനസ്സിനെ ബാധിക്കാനും പാടില്ല. കാരണം എത്രയോ വർഷങ്ങളായിട്ട് കഠിനാധ്വാനം ചെയ്ത് നമ്മളുണ്ടാക്കിയ നമ്മളുടെ എഫേർട്ടാണ്, വേർപ്പാണ്. അത് നമുക്കൊരു പരിക്ക് പറ്റുമ്പോഴേക്കും ഇല്ലാതാവാനുള്ളതല്ല. നമുക്ക് ശേഷവും ഈ ലോകത്ത്, ഈ സൊസൈറ്റിയിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വാല്യൂ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം, നന്മ ചെയ്തുകൊണ്ടിരിക്കണം. അതിന് കഴിയുന്നതാവട്ടെ ബിസിനസ്. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കൺസൾട്ടിങ് സപ്പോർട്ടുകൾ, സിസ്റ്റം ബിൽഡ് ചെയ്യുന്നിടത്ത്, ടീമിനെ സെറ്റ് ചെയ്യുന്നിടത്ത്, ടീമിൻ്റെ എഫിഷ്യൻസി ബിൽഡ് ചെയ്യുന്നിടത്ത് എവിടെയെങ്കിലും കൺഫ്യൂഷൻസോ സപ്പോർട്ടോ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് മീ. താഴെ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി. ബിക്കോസ് വി ആർ സ്പെഷ്യലൈസ്ഡ് ടീം who help entrepreneurs to build their business systematically. Thank you. This is me, Kazak Benchal, the business coach.